പാട്ടുപാടി ആടിത്തകർത്തിരിക്കുകയാണ് നമ്മുടെ രേണുസുതി. മസ്താനിയുമായി ബന്ധപ്പെട്ട ഒരു ഫൈറ്റിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ രസകരമായ സംഭവം ബിഗ് ബോസ് വീട്ടിൽ നടന്നത്. സംഗതി എന്ന് പറഞ്ഞാൽ മസ്താനി വന്ന് പറയുന്നുണ്ട്, 10-26 ദിവസമായില്ലേ, വല്ലപ്പൊരിക്കൽ ക്യാമറയിലേക്കൊന്ന് വാ എന്നൊക്കെ രേണുസുതി അടുത്ത് നിന്ന് രേണുസുതിയെ കളിയാക്കുന്നുണ്ട് നമ്മുടെ മസ്താനി. അപ്പോൾ രേണുസുതിക്ക് ആകെപ്പാടങ്ങ് വിഷമമായി. കാര്യം ഇത്രയും നാൾ ഈ വീട്ടിൽ ഡാൻസ് കളിച്ചും പാട്ട് പാടിയും അതുപോലെ ക്യാമറയുടെ മുന്നിൽ പോയി പല കാര്യങ്ങളും പറഞ്ഞതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു രേണുസുതിക്ക്. അത് മാറ്റാൻ വേണ്ടി രേണുസുതി ഉടനെ തന്നെ എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടി ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ മസ്താനിയുടെ മുമ്പിൽ വെച്ച് അപ്പോൾ ഈ ബാക്കിയുള്ള വീട്ടുകാർക്ക് അതൊരു സർപ്രൈസായി. കാര്യം ഇത്രയും നാൾ അവർ കണ്ട രേണുസുതിയിൽ നിന്ന് പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അത് ആ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് രേണുസുതി മസ്താനി അടുത്ത് നിന്ന് എഴുന്നേറ്റിട്ട് പാട്ട് പാടിയിട്ട് ഡാൻസ് എല്ലാം കളിക്കുന്ന രംഗം, രസകരമായ രംഗം ലൈവിൽ സംഭവിച്ചു. എന്തായാലും മസ്താനി വന്ന ഉടനെ തന്നെ ആ വീട്ടിലുള്ള മറ്റാർക്കും സാധിക്കാത്ത പല കാര്യങ്ങളും മസ്താനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്നാക്റ്റീവായിട്ട് നിൽക്കുന്ന രേണുസുതിയെ ഒന്ന് ആക്റ്റീവാക്കാൻ, രേണുസുതി ഒന്ന് പൊലിപ്പിച്ച് വിടാൻ നമ്മുടെ മസ്താനിക്ക് പറ്റി. ആദ്യം വിധവാ കാർഡെന്ന് പറഞ്ഞൊരു പരാമർശം പറഞ്ഞും പിന്നീട് വാഴയാണെന്ന് പറഞ്ഞും ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ആളാണ് രേണു എന്ന് പറഞ്ഞൊക്കെ രേണുവിനെ പിരികേറ്റി വിട്ട് രേണുവിനെ ആക്റ്റീവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് മസ്താനി. വരുന്ന ദിവസങ്ങളിൽ മസ്താനിയും രേണുവും തമ്മിലുള്ള നല്ലൊരു ഫൈറ്റ് നമുക്ക് കാണാം. കാര്യം ആ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നതിന് മുമ്പ് അതിൻ്റെ അകത്തുള്ള വാഴകളിൽ പ്രധാനപ്പെട്ട വാഴയായിട്ട് നമ്മുടെ മസ്താനി ചൂണ്ടിക്കാണിച്ചത് രേണുവാണ്. ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു ക്യാമറ എന്നാണ് രേണുവിനെ മസ്താനി വിശേഷിപ്പിച്ചത്. അപ്പോൾ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇവർക്കിടയിലുള്ള ഒരു ഫൈറ്റ് കാണുക എന്നുള്ളതായിരിക്കും ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യം.